നമസ്കാരം. നാളെ ആഷാഢ പൂർണിമ അഥവാ ഗുരുപൂർണിമയാണ്. ജീവിതത്തിൽ ലക്ഷ്യം അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ഏറ്റവും വലിയ ഗുരു നാം തന്നെയാകുന്നു. നമ്മുടെ ആത്മാവ് നമ്മളിൽ അനുഗ്രഹിക്കുന്ന ഇഷ്ടദേവതയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ സഹായിക്കുന്ന പൂർണിമ ആഷാഢമാസത്തിലെ പൗർണമി നാളിലാണ്. ഇതിനാൽ ഗുരുപൂർണിമ ആചരിക്കുന്നത്. നമ്മളിലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ മറ്റൊരു നല്ല ദിവസമില്ല എന്ന് തന്നെ പറയാം. കർക്കിടക മാസത്തിലെ പൗർണമി എന്ന പ്രത്യേകതയുമുണ്ട്. മനസൗഖ്യം, സൗന്ദര്യം, ആരോഗ്യം എന്നിവ പൂർണിമയുടെ പ്രത്യേകത തന്നെയാകുന്നു. ഒരു വർഷത്തെ ഫലമാണ് ഈ പൂർണിമയിലൂടെ നമ്മളിൽ വന്നു ചേരുക. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യം തിഥിയെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. തിഥി ആരംഭിക്കുന്നത് ജൂലൈ 20 സന്ധ്യയ്ക്ക് 5:59 അവസാനിക്കുന്നത് ജൂലൈ 21 വൈകുന്നേരം 3:46 അതിനാൽ ഈ സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ഭജിക്കുകയാണ് എങ്കിൽ, അതായത് സന്ധ്യാസമയത്തും രാവിലെയും ഭജിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം പ്രത്യേകിച്ചും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ 2 ദിക്കിലേക്കാണ് വിളക്ക് തെളിയിക്കേണ്ടത്. രാവിലെ ഇപ്രകാരം ചെയ്യുക, അതായത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും. ഒരു ദിശയിലേക്ക് കൊളുത്തുന്നതിനേക്കാൾ നാളെ ഉത്തമം 2 ദിശകളിലേക്കും തെളിയിക്കുന്നതാകുന്നു. അതല്ല എങ്കിൽ 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഭദ്രദീപം തെളിയിക്കുക. ഇപ്രകാരം തെളിയിക്കുമ്പോൾ ദിശയ്ക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, വടക്ക് പടിഞ്ഞാറ് ദിശകളിലേക്ക് തിരിയിടുക. ദിശയുടെ കാര്യം പ്രത്യേകം ഓർക്കുക. നാളെ ഞായറാഴ്ചയും പൗർണമിയും കൂടി വരുന്നതിനാലാണ് ഇങ്ങനെ പറയുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഞായറാഴ്ച ദിവസം സൂര്യപ്രീതിക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാകുന്നു. എന്നാൽ പൗർണമി ചന്ദ്രപ്രീതിക്കാണ് ഉത്തമം. അതിനാൽ തന്നെ ഇവ രണ്ടും കൂടി വരുന്ന പൂർണിമ ദിവസം എന്ന പ്രത്യേകത ഉണ്ട്. അതിനാൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ലഭിക്കുവാൻ ഏവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാളെ ചെയ്യുന്നത് ശുഭകരമാണ്. കർക്കിടക കഞ്ഞി നാളെ കഴിക്കുന്നത് ശുഭകരമാണ്. ചിലയിടങ്ങളിൽ മരുന്നുണ്ട അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാകുന്നു. അതും നാളെ ചെയ്യുന്നത് ശുഭകരമാണ്. നാളെ പ്രത്യേകിച്ചും ഇങ്ങനെ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദവും നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് പിടിക്കുന്നതിന് സഹായകരമായി തീരും എന്നാണ് പറയുക. അതിനാൽ നാളത്തെ ദിവസത്തിന് ഇത്തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. സൗന്ദര്യത്തിനായി ചില കാര്യങ്ങൾ നാളെ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. നാളെ കാച്ചിയ എണ്ണ തലയിൽ തേക്കുന്നത് ശുഭകരമാകുന്നു. ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നതും ശുഭകരമായാണ് പരാമർശിക്കുന്നത്. സ്ത്രീകൾ പ്രത്യേകിച്ചും മഞ്ഞൾ തേച്ച് കുളിക്കേണ്ടതാകുന്നു. ആ കാര്യം പ്രത്യേകം ഓർക്കുക. സൗന്ദര്യ സംരക്ഷണത്തിന് ഉത്തമമായ ദിവസമാണ് നാളെ എന്ന കാര്യം ഏവരും അറിയേണ്ടതാകുന്നു. കാരണം പെട്ടെന്ന് തന്നെ ഫലം വന്നു ചേരും എന്നതാണ് വാസ്തവം. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. ഗുരുവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗുരുവിനെ ഏവർക്കും ലഭിക്കണം എന്നില്ല. യോഗമുള്ളവർക്ക് മാത്രമാണ് ഗുരുവിനെ ലഭിക്കുക. ഉള്ളവരാണ് എങ്കിൽ, അഥവാ ഗുരു ഉള്ളവരാണ് എങ്കിൽ വസ്ത്രം വാങ്ങി നൽകുന്നതും വെള്ള അല്ലെങ്കിൽ കറുപ്പ് വസ്ത്രം നൽകാതിരിക്കുന്നതും നോക്കുക. അതായത് മറ്റ് നിറങ്ങളിലുള്ള വസ്ത്രം നിങ്ങൾ നൽകുക. ഈ കാര്യവും നാളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഗുരു ഇല്ല എങ്കിൽ ഇഷ്ടദേവതയ്ക്ക് വസ്ത്രം സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. നാളെ ശ്രീകൃഷ്ണ ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. അതേപോലെ തന്നെ ദേവി ഭക്തർ ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുവാൻ സഹായകരമായി തീരും. ഹനുമാൻ സ്വാമിക്ക് ചുവന്ന വസ്ത്രം അല്ലെങ്കിൽ കാവി നിറത്തിലുള്ള വസ്ത്രം നൽകുന്നതും
ഏറ്റവും ശുഭകരമാണ്. അതിനാൽ വീടുകളിലോ ക്ഷേത്രങ്ങളിലോ ഇത്തരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാളെ ക്ഷേത്ര ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. പരമശിവന് നാളെ നീല നിറത്തിലുള്ള വസ്ത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. അതിനാൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന സമർപ്പണങ്ങൾ എല്ലാം തന്നെ നടത്തുവാൻ സാധിച്ചാൽ അത് ഏറ്റവും ശുഭകരവുമാകുന്നു. കൂടാതെ നാളെ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം, ഉയർച്ച കൊണ്ടുവരുന്ന കാര്യമായി മാറും. അതിനാൽ സാധിക്കുന്നവർ ആ കാര്യവും ചെയ്യുക. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യ ഗുരു എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അമ്മ തന്നെയാണ്. അതിനാൽ അമ്മയ്ക്ക് നാളെ വസ്ത്രം വാങ്ങി അനുഗ്രഹം വാങ്ങുന്നത് ശുഭകരമാണ്. സാധിക്കുന്നവർ ഈ ഒരു കാര്യം ചെയ്യുക. രാവിലെ തന്നെ ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. സാധിക്കാത്തവരാണ് എങ്കിൽ അമ്മയോട് സംസാരിക്കുന്നതും അമ്മയ്ക്ക് സന്തോഷപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതും ശുഭകരം തന്നെയാകുന്നു. ഇവരുടെ ആഗ്രഹം പെട്ടെന്ന് ജീവിതത്തിൽ നടക്കും എന്നും വലിയ മാറ്റങ്ങൾ തന്നെ അഥവാ ആ മക്കൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് പറയുക. അതിനാൽ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കുന്നവരാണ് എങ്കിൽ ഈ കാര്യം നാളെ ചെയ്യുവാൻ ഏവരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നാളെ വൈകുന്നേരം അഥവാ സന്ധ്യാസമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അതേക്കുറിച്ച് കൂടി പരാമർശിക്കാം. നാളെ വെളുത്ത ശംഖുപുഷ്പം നിങ്ങൾക്ക് ലഭ്യമാണ് എങ്കിൽ സമർപ്പിച്ച് അഥവാ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഒരു പിടി അരി കയ്യിൽ പിടിച്ച് ഓം നമഃശിവായ എന്ന് ജപിച്ച് കിഴികെട്ടി പൂജാമുറിയിൽ വയ്ക്കുക. ശേഷം ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ആഗ്രഹ സാഫല്യമാണ് വന്നു ചേരുക. സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകമായി പറയേണ്ടതില്ല. അത്രമേൽ പ്രാധാന്യമുണ്ട്. അതിനാൽ സാധിക്കുന്നവർ നാളെ ഈ ഒരു കാര്യം പൂജാമുറിയിൽ ചെയ്യുക. നാളെ ചില തെറ്റുകൾ ചെയ്യുന്നത് ദോഷകരമാണ്. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം ആദ്യമേ ഓർക്കുക. ദേഷ്യം നാളെ പൂർണ്ണമായും ഒഴിവാക്കുക. അത്തരത്തിൽ ദേഷ്യം വരുന്നതായ സന്ദർഭം ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നും മാറിപ്പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അമിതമായ ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല. നിറവയർ ആഹാരം പാടുള്ളതല്ല. സ്ത്രീകളെയും മുതിർന്നവരുടെയും മനസ്സ് ഒരിക്കലും വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. പിതൃകോപം പെട്ടെന്ന് വന്നു ചേരുന്നതിന്, പിതൃപ്രീതി നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ ആ കാര്യവും പ്രത്യേകം ഓർക്കുക. ചെയ്യാൻ സാധിക്കുന്നതായ സഹായങ്ങൾ അത് മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വരികയാണ് എങ്കിൽ അവർക്ക് തീർച്ചയായും നിങ്ങൾ സഹായം ചെയ്യുവാൻ ശ്രമിക്കുക. 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക. പ്രത്യേകിച്ചും നെയ്വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ തുളസിക്ക് ജലം രാവിലെ മറക്കാതെ സമർപ്പിക്കണം അഥവാ ഒഴിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. തുളസിക്ക് ജലം സമർപ്പിക്കുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായും നാളെ ചെയ്യേണ്ടത്. അതോടൊപ്പം നാളെ ഇഷ്ടദേവതയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുക തന്നെ ചെയ്യും.